നമുക്ക് ലാപ്പ് എടുക്കാൻ പറ്റും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് മൂവി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലാപ്പ് എടുക്കാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ലാസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്യുമ്പം ഇൻട്രസ്റ്റ് റേറ്റ്സ് വർ 13%. 13% ഇൻട്രസ്റ്റ് റേറ്റ്സ് പെർ ആനം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എല്ലാ വർഷവും കുറച്ച് പടത്തിന് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വിമൻ ഡയറക്ടേഴ്സിൻ്റെ പ്രൊജക്റ്റിന് 2 crore വരെ ഒരു ഗ്രാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ദർ ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രൊഡ്യൂസേഴ്സിനടുത്തും ഡയറക്ടേഴ്സിനടുത്തും എനിക്ക് പറയാനുള്ളത്, there is a possibility that you can get funding from such kind of institutions. Welcome back to the channel, friends. The fourth funding option is government institutions. അത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KFC ഓർ KSFE വേറൊരു സാധനമാണ്. പക്ഷേ KFCനെ കുറിച്ച് പറയാം. KFC ഡസ് ഫണ്ടിങ് ഫോർ മൂവീസ്. കോവിഡിന് മുമ്പേ ആണെങ്കിൽ ഈ ലാപ്പ് മോഡൽ, അത് മൂവിക്ക് വേണ്ടി എല്ലാവരും ഫണ്ട് ചെയ്യുന്നത്. മൂവി വെച്ചിട്ട് തന്നെ, ബാങ്ക് പോലല്ല, ബിക്കോസ് ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടല്ലോ, ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി. സോ വാട്ട് ദേ ഡു ഇസ് ദാറ്റ് നമുക്ക് ലാപ്പ് എടുക്കാൻ പറ്റും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് മൂവി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലാപ്പ് എടുക്കാം. പക്ഷെ അതും നിങ്ങൾക്ക് 50% കിട്ടത്തുള്ളൂ. പക്ഷേ കോവിഡിന് ശേഷം ദ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച് നൗ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ വർഷമല്ല, ഡിസംബറിൽ തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബാനർ ചോദിച്ചുകൊണ്ട്. അന്നേരമാണ് ഞാൻ അറിഞ്ഞത് പ്രൊസീജിയർ ചേഞ്ച് ആയെന്ന്. അതായത് I believe the new rule there is that internal rule ആണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് മൂവിക്ക് ലാപ്പ് വെച്ച് ഫണ്ട് എടുക്കണമെങ്കിൽ യു ആസ് എ പ്രൊഡ്യൂസർ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 3 movies. അത് 3 movies എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൊട്ടപ്പടം എടുത്ത് ഫ്ലോപ്പായ പടം കൊണ്ട് പോയാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടും. യു നീഡ് ടു ഹാവ് സക്സസ്ഫുൾ ബാക്ക്ഗ്രൗണ്ട്. 3 സക്സസ്ഫുൾ മൂവീസ് ഒക്കെ ഉണ്ടെങ്കിൽ 4th മൂവി ആയിട്ട് നിങ്ങൾ KFC പോയിട്ട്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് പോയിട്ട് ലാപ്പ് വെച്ച്, അതായത് പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഫണ്ടിങ് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുമ്പം അവർ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ യു കം വിത്ത് എ ബാനർ. നിങ്ങൾക്കത് ഇല്ലയെന്ന് വിചാരിക്കുക, നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ 1-2 പടം ഓടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദേ ആർ ആസ്കിങ് ടു കം വിത്ത് പ്രൊഡക്ഷൻ ബാനർ ഹൂ ഹാസ് 3 സക്സസ്ഫുൾ മൂവീസ് അണ്ടർ ദ ബെൽറ്റ്. അതായത് അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പരിചയസമ്പന്നത വേണ്ടത്. You want to know that you are capable, you are experienced to handle the movie will come out. അതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ലാസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്യുമ്പം ഇൻട്രസ്റ്റ് റേറ്റ്സ് വർ 13%. 13% ഇൻട്രസ്റ്റ് റേറ്റ്സ് പെർ ആനം. അതും ഐ ബിലീവ് ദേ ആർ ഗിവിങ് ഇറ്റ് ആസ് എ ഷോർട്ട് ടേം ലോൺ. അതായത് ഐ ബിലീവ് അത് EMI മോഡൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 12 months കഴിഞ്ഞിട്ട് റീപേയ്മെൻറ്റ്, അങ്ങനെ എന്തോ ഒരു ഇതാണ്. ലാപ്പ് തന്നെയാണ്, പ്രോപ്പർട്ടി മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. യു ഹാവ് പ്രോപ്പർട്ടി, യു ഹാവ് എ വയബിൾ മൂവി, അതായത് സ്റ്റാർ വാല്യൂ ഉള്ളൊരു മൂവി ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. മുൻപരിചയം ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഏതെങ്കിലും പ്രൊഡക്ഷൻ ബാനറിനെ കൂടെ കൂട്ടുക. അതായത് ഇൻ അസോസിയേഷൻ വിത്ത് പ്രൊഡക്ഷൻ ബാനർ കൊടുക്കുക. പ്രൊഡക്ഷൻ ബാനറിൻ്റെ പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്ത് നിങ്ങളും പ്രൊഡ്യൂസറാണല്ലോ, നിങ്ങളുടെ ലാപ്പ് അഗൈൻസ്റ്റ് ഫണ്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിബിള് പോകുമ്പോൾ, അതായത് ഈ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ലാൻഡ് നിങ്ങളുടേത് പോകും. പക്ഷേ പ്രൊഡക്ഷൻ ബാനറിൻ്റെ ആണ് സിബിള് പോകുന്നത്. സിബിളിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. കോവിഡിന് ശേഷം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, KSFE, അതായത് ചിട്ടി ഇതുണ്ടല്ലോ, അവരും KFCയും ഒക്കെ ഇപ്പം സിബിൾ റിപ്പോർട്ടിങ് ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് നിങ്ങൾ ഡിഫോൾട്ട് വരുത്തുന്ന പിറ്റേ മാസം സിബിൾ സ്കോറിൽ ഇത് കയറി വരും ആ കമ്പനിയുടെ അഗൈൻസ്റ്റ്. സോ എല്ലാ പ്രൊഡക്ഷൻ ബാനറും അത് സമ്മതിക്കണമെന്നില്ല. ഇത് ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ബാനർ ചോദിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു Tier 1 നടൻ്റെ ഡേറ്റ് കിട്ടി, വയബിൾ പ്രൊജക്റ്റാണ്, അപ്പം ബാനർ കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡീല് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ചുമ്മാ ബാനർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഐ സെഡ് വാട്ട് ഐ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ബിലീവ് ദേ ഹാവ് സബ്മിറ്റഡ് മൈ ബാനർ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ
സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറുള്ള എൻ്റർപ്രൈസസ് ആണ് ഈ KFC ഒക്കെ. അവിടുന്ന് നിങ്ങൾക്ക് ലോൺ അവെയിൽ ചെയ്യാൻ പറ്റും മൂവിക്ക് എഗ്നസ്റ്റ്, ബട്ട് എഗ്നസ്റ്റ് അല്ല, നോട്ട് എഗ്നസ്റ്റ് മൂവി അസറ്റ് കൊളാട്രലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതോട് 13% ആയിരുന്നു. ഇൻട്രസ്റ്റ് കൂടിയോ കുറഞ്ഞോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രൊഡ്യൂസേഴ്സിനടുത്തും ഡയറക്ടേഴ്സിനടുത്തും എനിക്ക് പറയാനുള്ളത്, there is a possibility that you can get funding from such kind of institutions. Next round of funding is grants. Grant, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എല്ലാ വർഷവും കുറച്ച് പടത്തിന് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വിമൻ ഡയറക്ടേഴ്സിൻ്റെ പ്രൊജക്റ്റിന് 2 crore വരെ ഒരു ഗ്രാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് അവർ കോൾ ഫോർവേഡ് ചെയ്തു, എന്നിട്ട് സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കമ്മിറ്റി അപ്രൂവ് ചെയ്ത് പ്രൊജക്ട്സിന് 2 CR വരെ അവർ ഫണ്ട് ചെയ്തു KSFDC. ബട്ട് ഐ ബിലീവ് ദ റൈറ്റ്സ് ഗോസ് ടു ദം. ബട്ട് ഡയറക്ടേഴ്സിനടുത്ത് ഞാൻ പറയുവാണ്, യു ക്യാൻ ബിക്കം ലേഡി. കഴിഞ്ഞ പ്രാവശ്യം ഫീമെയിൽ ഡയറക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത് കുറേ ആൾക്കാർ അതിനകത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറേ പേർക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടി, അവർ പ്രൊജക്റ്റും ചെയ്തു. ആൻഡ് ഐ ബിലീവ് ഗവൺമെൻറ്റിൻ്റെ തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, കൈരളി ശ്രീ, അവിടെയാണ് ഇവർ മെയിനായിട്ട്, ലെനിൻ സെൻറ്ററിലൊക്കെയാണ് മെയിനായിട്ട് ഇത് കളിച്ചത്. കേരളത്തിൽ ഒരുപാട് തിയേറ്റേഴ്സ് ഗവൺമെൻറ്റിനുണ്ട്, അവിടെ കളിച്ചു. പുറത്തേക്ക് അവർ കൊടുത്തോന്ന് ഡിസ്ട്രിബ്യൂഷൻ പോയോന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ കളിച്ചു. പിന്നെ ഐ ബിലീവ് ദാറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്, സി സ്പേസും വേണ്ട, ആ സി സ്പേസിലും അങ്ങനെയുള്ള കണ്ടൻസ് അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ KSFDC വൺസ് ഇൻ എ വൈൽ ദേ കോൾ ഫോർവേഡ്സ്, അതായത് ഇങ്ങനെയുള്ള ഗ്രാൻഡ്സ്. അപ്പം നിങ്ങൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്, പ്രൊഡ്യൂസേഴ്സ് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, because they are not promoting the producers side, they are promoting the directors. So ഡയറക്ടേഴ്സിന്, ഇത് കേൾക്കുന്ന ഡയറക്ടേഴ്സിനടുത്തും ടെക്നിക്കൽ ക്രൂവിനടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ പോസിബിലിറ്റി ഒന്ന് തേടി നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വലിയ ഫണ്ടിങ് ഒന്നും അവർ തരില്ല കേട്ടോ, അതിൻ്റെ ക്രൈറ്റീരിയാസും ഉണ്ട് ഒരു ഫണ്ട് തരുന്നത്. KSFDCക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, അവിടെ നിന്ന് ഗ്രാൻഡ് കിട്ടുമെന്നുള്ളത്. ഒരു 2 crore ഒക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് കടം പറഞ്ഞൊക്കെ അല്ലെങ്കിൽ ഫണ്ട് റോള് ചെയ്ത് നിങ്ങൾക്ക് ഒരു പടം തീർക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ലീഗൽ ഫോർമാലിറ്റീസോ അതിൻ്റെ സെയിലബിൾ വാല്യൂ ഒന്നും എനിക്കറിയില്ല, കാരണം ഞാൻ അവിടെ പോയിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കാര്യങ്ങൾ പറയാം. അവിടെ നിങ്ങൾ മൂവി ചെയ്യുവാണെങ്കിൽ, അതായത് KSFDC ഗ്രാൻഡ് എടുത്ത് മൂവി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ അവരുടെ സ്റ്റുഡിയോസ് യൂസ് ചെയ്യാം. ചിത്രാഞ്ജലി സ്റ്റുഡിയോസിൻ്റെ പാക്കേജ് അതിൻ്റെ ഭാഗമായിട്ട് വരും. അവരുടെ തിയേറ്റേഴ്സിനകത്ത് റിലീസ് മസ്റ്റായിട്ട് കമ്പൽസറി ആയിട്ട് റിലീസ് കിട്ടും. പിന്നെ സി സ്പേസ് പ്ലാറ്റ്ഫോമിൽ അവർ ഇതിടും. എൻഡ് ഓഫ് ദി ഡേ ദ മണി ഈസ് നോട്ട് യോഴ്സ്, റൈറ്റ്? 2 കോടി രൂപ അവർ തന്ന് നിങ്ങൾ 2 കോടിക്ക് പടം തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൈസയല്ല, ബട്ട് യു ടെക്നിക്കലി ക്യാൻ ബിക്കം എ ഡയറക്ടർ. ഞാനതാണ് പറഞ്ഞു വന്നത്. യു ക്യാൻ ഓപ്പൺ അപ്പ് യുവർ പ്രൊജക്റ്റ്. നൗ വിൽ ഇറ്റ് ഗിവ് യു എ വാല്യൂ? ഐ ഡോണ്ട് നോ. ആ പടം നല്ലതാണെങ്കിൽ ഓടിയാൽ മാത്രമേ ആസ് എ ഡയറക്ടർ നിങ്ങൾക്ക് വാല്യൂ കിട്ടത്തുള്ളൂ. ബട്ട് യു സ്റ്റിൽ ക്യാൻ സ്റ്റാർട്ട് ദ മൂവി, അതായത് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ അനദർ വേ ഓഫ് ഫണ്ടിങ് യുവർ മൂവി. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫണ്ടിങ് ഈസ് ക്രൗഡ് ഫണ്ടിങ്. ഇന്ത്യയിൽ മൂവിക്ക് വേണ്ടി നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു, 1-2 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ബാൻ ചെയ്തു. സോ പേര് ഞാൻ പറയുന്നില്ല, 1-2 പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു ക്രൗഡ് ഫണ്ടിങ്. അത് വേൾഡ് ഫേമസ് ആണ്, അവർ വേൾഡിൽ ടോപ്പ് 10 ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എനിക്ക് US, കാനഡ, യൂറോപ്യൻ കൺട്രീസ്, ഗൾഫ് എനിക്ക് വളരെ വ്യക്തതയില്ല. പക്ഷേ US, യൂറോപ്പിൽ ഇങ്ങനെയുള്ള NRIസിനടുത്ത് ഞാൻ പറയുവാണ്, ക്രൗഡ് ഫണ്ടിങ് ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ദെയർ. ഇന്ത്യയിൽ പോസിബിലിറ്റി കുറവാണ്, പക്ഷെങ്കിൽ അവിടെ ഭയങ്കര പോസിബിലിറ്റിയാണ്. പക്ഷെങ്കിൽ യു ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ് വിത്ത് യുവർ സബ്ജക്ട്സ്. എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ നിങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ് അപ്രൂവ് ആയി വരണമെന്നില്ല. അവർക്കൊരു, ഐ ബിലീവ് ദർ ഇസ് എ പാനൽ, യു ഹാവ് ടു ഗോ ത്രൂ ദ പാനൽ, യു ഹാവ് ടു സബ്മിറ്റ് യുവർ സ്ക്രിപ്റ്റ് ഫോർ അപ്രൂവൽ. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ് ചെയ്യാം. അത് ടോട്ടൽ എത്ര രൂപ വേണം. അപ്പം പല ആൾക്കാരും വന്നിട്ട് ആ പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യും. ഡെഫിനറ്റ്ലി ടാക്സ് പ്രിവ്യൂവിനകത്ത് വരുന്നൊരു സാധനമാണത്. നിങ്ങൾക്കത് ഫണ്ട് ചെയ്താലും നിങ്ങൾക്ക് അതിനൊരു കംപ്ലയൻസ് ഉണ്ട്. കംപ്ലയൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ ആ വെബ്സൈറ്റിൽ കയറി ഇതിനു മുമ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് മെയ്ഡ് ദെയർ ഡ്രീം റിയാലിറ്റി. വലിയ മൂവിയൊന്നും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, അത് ഹോളിവുഡ് ലെവലിലുള്ള മൂവിയൊന്നും അതിനകത്തൊന്നും വന്നു എന്നല്ല പറയുന്നത്. ബട്ട് ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് യു ക്യാൻ ഡു എ മൂവി. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാമല്ലോ, മലയാളം മൂവി ഹോളിവുഡ് കമ്പാരിസൺ ചെയ്യുമ്പം വി ആർ ആസ്കിങ് ഫോർ $400,000.
$400,000 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതാണ്ട് ഒരു 3.5 കോടി 4 കോടി രൂപ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 3.5 കോടി രൂപ വരും, 320, 350. യാ, അപ്പോൾ $400,000 ആണ് സാധാരണ നമുക്ക് ഫണ്ടിങ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി അവിടെ ക്രൗഡ് ഫണ്ടിങ് ഇട്ടാൽ മതി. പക്ഷേങ്കിൽ അതിന് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം, പ്ലസ് റിട്ടേൺസ് മീറ്റ് ചെയ്യണം. അപ്പം ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ മറ്റേ ഫൗണ്ടേഷൻ പോലത്തെ ഫണ്ടിങ് അല്ല കേട്ടോ. അത് നിങ്ങൾ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ചെയ്യരുത്. അതായത് ഗോ ഫണ്ട് മീ പോലെ മറ്റേ ഒരു പാവപ്പെട്ടവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഫണ്ട് ചെയ്യുന്നു. അതിന് റിട്ടേൺസ് ഇല്ല. മീൻസ് ഇറ്റ് ഗോസ് വൺ വേ. അവർക്ക് വീട് വെച്ച് തീർന്നു, ആ ഫണ്ട് ചെയ്ത ആൾക്ക് റിട്ടേൺസ് ഒന്നും കിട്ടുന്നത്. ഇറ്റ്സ് കൺസിഡേർഡ് എ ചാരിറ്റി തിങ്. മൂവിയുടെ ക്രൗഡ് ഫണ്ടിങ് അതല്ല. മൂവിയുടെ ക്രൗഡ് ഫണ്ടിങ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് യു ഹാവ് ടു റിട്ടേൺ ദ ഫണ്ട്സ് ഓൺ സർട്ടൺ പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സ് ഡിഫർ ചെയ്തിരിക്കും. ചിലപ്പം മോണിറ്ററി ബെനിഫിറ്റ് ആയിരിക്കും, ചിലപ്പം ആക്ടിങ് ബെനിഫിറ്റ് ആയിരിക്കും, അങ്ങനെയുള്ള ബെനിഫിറ്റ്സിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിലുള്ളവർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വെസ്റ്റേൺ കൺട്രീസിലുണ്ട്, നിങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേങ്കിൽ അതിന് പാരാമീറ്റേഴ്സ് എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യണം. ഈ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ പൈസ നിങ്ങൾ എടുത്തു എന്ന് തന്നെ വിചാരിക്കുക. അതായത് US നിങ്ങൾ ഫണ്ട് എടുത്തു, US നിന്ന് ഇന്ത്യയിലേക്ക് ഈ ഫണ്ട് കൊണ്ടുവരുമ്പം ദർ ആർ ലീഗൽ റിക്വയർമെൻറ്റ്സ് യു ഹാവ് ടു ഫോളോ. ഇതെല്ലാം ഫോളോ ചെയ്ത് പ്രോപ്പർ ഓഡിറ്ററിനെ വെച്ചിട്ട് പ്രോപ്പർ റൂട്ടിൽ കൂടെ മാത്രമേ ഈ ഫണ്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. ബിക്കോസ് ഇഫ് യു ആർ ലയബിൾ ടു റീപേ ഇറ്റ്, ദെൻ ഈ ഫണ്ട് വന്ന് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പടം ഇറങ്ങി അല്ലെ കച്ചവടമായി ഈ ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോഴും തിരിച്ചത് US വിട്ട് US നിന്നായിരിക്കും നിങ്ങളിത് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഇന്ത്യൻ ഗവൺമെൻറ് ഇവിടെ ബാൻ ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. രണ്ട് പ്ലാറ്റ്ഫോംസോളം ബാൻ ചെയ്തു എന്ന് പറയുന്നു ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ. I don't know the details into it, but the opportunity is there for crowdfunding. So ഞാൻ ഫണ്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. So this session, this episode is about crowdfunding. So you guys can definitely try it. I'm talking to the directors. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. There's a possibility that you can get things done. But all the guys, I'm telling one thing, make sure it's a workable movie. ചെറിയ സ്റ്റാർ കാസ്റ്റ്, ഒരു അഡ്രസ് ഇല്ലാത്ത സ്റ്റാർ കാസ്റ്റിനെ എന്നും വെച്ചിട്ട് മൂവി ചെയ്ത് ഇത് വയബിലിറ്റി എടുക്കാതിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് ഇപ്പം നിങ്ങളുടെ NRI ഫ്രണ്ട്സോ ഫാമിലിയോ ആണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നത്തിൽ റിലേഷൻഷിപ്പ് സവർ ആവാൻ പാടില്ല. You make sure that it does not happen. So anyway guys, thank you very much for watching my channel, for subscribing, for listening to me. Definitely I will come out with the next episode. ഇതിൻ്റെ ഈ ഫണ്ടിങ് എപ്പിസോഡ്സ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനിയും എനിക്ക് പറയാനുണ്ട്. There are a lot of opportunities there, so I will cover up in the next episode. Anyway, thank you very much for listening to me. See you in the next episode.